അന്താരാഷ്ട്ര ജലപാതകളിൽ അമേരിക്ക നടത്തുന്ന നിയമവിരുദ്ധമായ ഇടപെടലുകൾക്കും കപ്പലുകൾ പിടിച്ചെടുക്കുന്ന നടപടികൾക്കുമെതിരെ മുന്നറിയിപ്പുമായി ഇറാൻ. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ സേനയെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നാവിക ഉപരോധം പ്രായോഗികമായും മുൻ മാതൃകകളില്ലാത്ത വിധവും നേരിടും. നയതന്ത്ര ചർച്ചകൾക്കിടം നൽകാനാണ് ഇതുവരെ നിയന്ത്രണം പാലിച്ചതെന്നാണ് ഇറാൻ വിശദമാക്കുന്നത്. നാവിക ഉപരോധത്തെ മറികടക്കാൻ ഇറാന്റെ കരമാർഗങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ ഇത്തരം കടൽക്കൊള്ള ഇനിയും തുടരുകയാണെങ്കിൽ അഭൂതപൂർവ്വവും പ്രായോഗികവുമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ സേനയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് വിശദമാക്കുന്നു. ഇറാന്റെ എണ്ണ വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലുകൾ തടയുന്നതിനും അവയിലെ ചരക്ക് കണ്ടുകെട്ടുന്നതിനും അമേരിക്ക സ്വീകരിക്കുന്ന നയങ്ങളെ ഇറാൻ രൂക്ഷമായി വിമർശിച്ചു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ആഗോള ഊർജ്ജ സുരക്ഷ ഇത് അപകടത്തിലാക്കുന്നുവെന്നും ഇറാൻ നിരീക്ഷിക്കുന്നു. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അമേരിക്കൻ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിനും സൈനികമായും നിയമപരമായും സാധ്യമായ എല്ലാ വഴികളും തേടുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വാഷിംഗ്ടൺ ഇത്തരം പ്രകോപനപരമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള വ്യാപാര പാതകളെയും പ്രാദേശിക സുരക്ഷയും ബാധിക്കുമെന്നും അത് അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുമെന്നും ഇറാനിയൻ കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു. ഇറാനിൽ ഭരണ അട്ടിമറിക്ക് അമേരിക്ക ശ്രമിച്ചെന്ന് പാർലമെന്റ് സ്പീക്കർ MP ഗാലിബാഫ് വ്യക്തമാക്കുന്നു. ഇസ്ഫഹാനിൽ സേനയെ ഇറക്കാൻ അമേരിക്ക ശ്രമിച്ചുവെന്നും ഇത് ദയനീയമായി പരാജയപ്പെട്ടെന്നും ഗാലിബാഫ് കൂട്ടിച്ചേർത്തു. പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഗാലിബാഫ് വിശദമാക്കിയത്. അതേസമയം അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുന്ന വിവരങ്ങൾ എത്രത്തോളം കൃത്യമാണെന്ന കാര്യത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ജോയിന്റ് ചീഫ് ചെയർമാൻ ഡാൻ കെയ്നും യുദ്ധഗതിയെക്കുറിച്ച് നൽകുന്ന റിപ്പോർട്ടുകളെ വാൻസ് സ്വകാര്യമായി ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കൻ സേന ശക്തമായി പോരാടുന്നുണ്ടെന്നും ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി കുറഞ്ഞുവെന്നുമാണ് പീറ്റ് ഹെഗ്സത്ത് പരസ്യമായി അവകാശപ്പെടുന്നത്. ആയുധശേഖരം ആവശ്യത്തിനുണ്ടെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നു. എന്നാൽ പ്രസിഡന്റിന് മുന്നിൽ കാര്യങ്ങൾ അമിത ആത്മവിശ്വാസത്തോടെയാണോ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് വാൻസ് സംശയിക്കുന്നു. ഭരണകൂടത്തിനുള്ളിൽ പരസ്യമായ കലഹമുണ്ടാക്കാതെ തന്റെ വ്യക്തിപരമായ ആശങ്കകളായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. മിസൈൽ ശേഖരത്തിലുണ്ടാകുന്ന കുറവാണ് വാൻസിനെ പ്രധാനമായും അലട്ടുന്ന മറ്റൊരു ഘടകം. നിലവിലെ ഇറാൻ യുദ്ധത്തിനായി ആയുധങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് ഭാവിയിൽ ചൈന, വടക്കൻ കൊറിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള അമേരിക്കയുടെ ശേഷി ബാധിക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഇറാന്റെ വ്യോമാതിർത്തിയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടെന്ന അവകാശവാദങ്ങൾക്കിടയിലും ആഭ്യന്തര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. ഇറാന്റെ വ്യോമസേനയുടെ വലിയൊരു ഭാഗവും മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളും ഇപ്പോഴും സുരക്ഷിതമാണെന്ന് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ഇറാന്റെ നാവിക കരുത്തും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ ആശയവിനിമയ ശൈലി ട്രംപിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ളതാണെന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നു. ടെലിവിഷൻ രംഗത്തെ ഹെഗ്സത്തിന്റെ മുൻ പരിചയം ട്രംപിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ഈ മിടുക്ക് ഉപയോഗിച്ച് യുദ്ധത്തിന്റെ വിജയഗാഥകൾ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തുമ്പോൾ മറുവശത്ത് വൈസ് പ്രസിഡന്റ് വാൻസിനെ പോലുള്ളവർ യുദ്ധത്തിന്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചും ആശങ്കാകുലരാകുകയാണ്. അതേസമയം ഇറാനെതിരെ കൂടുതൽ ഉപരോധവുമായി അമേരിക്കയും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ഷാഡോ ബാങ്കിംഗ് സംവിധാനത്തിന് കീഴിലുള്ള 35 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനുമായി ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾക്കും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരമാവധി സമ്മർദ്ദങ്ങളിലൂടെ ഇറാനെ കരാറിലേക്ക് കൊണ്ടുവരാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. എന്നാൽ മോശം കരാറിനായി ധൃതി കാണിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. അമേരിക്കയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാവും കരാറെന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. ഹോർമൂസിലെ ഇറാൻ ഉപരോധത്തെ അപലപിച്ച് GCCയും രംഗത്ത് വന്നു. യുദ്ധത്തിന് മുമ്പുള്ള സാഹചര്യങ്ങളിലേക്ക് കപ്പൽ ഗതാഗതം മാറണമെന്നാണ് GCCയുടെ ആവശ്യം. അമേരിക്കൻ നാവിക ഉപരോധത്തിൽ വലഞ്ഞ ഇറാന് രക്ഷാമാർഗമൊരുക്കി പാകിസ്ഥാനും രംഗത്തുണ്ട്. കരയിലും കടലിലുമായി 2 മാർഗങ്ങളാണ് അയൽരാജ്യമായി ഇറാനു വേണ്ടി തുറന്നു നൽകുന്നത്. നിലവിൽ ഇറാൻ തുറമുഖത്തു നിന്നും പുറത്തെത്തുന്നതും അവിടേക്ക് പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കും US ഏർപ്പെടുത്തിയ ഉപരോധം തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാനുമായി കരയിലും കടലിലും അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ ചരക്ക് പുറത്തെത്തിക്കാനുള്ള പുതിയ മാർഗം വാഗ്ദാനം ചെയ്യുന്നത്. ഇതോടെ ഇറാന്റെ തീരക്കടലിന് പുറത്തു കടക്കാതെ തന്നെ പാക് തീരങ്ങളിലൂടെ ഇറാൻ കപ്പലുകൾക്ക് അറബിക്കടലിലെത്താനാകും. നാവിക ഉപരോധങ്ങളെ സംബന്ധിച്ച രാജ്യാന്തര ധാരണ പ്രകാരം ഇത് അനുവദനീയവുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.